ശരിക്കും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോമിയോ സേഫസ്റ്റ് എന്ന് പറയും അറിയില്ല. എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഹോമിയോയിലേക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറെ കൂടിയിട്ടുണ്ട്. കാരണം പണ്ട് എപ്പോഴും പീഡിയാട്രിക് കേസ്, അതായത് കൊച്ചു കുട്ടികൾക്ക് ഹോമിയോപ്പതി കൊടുക്കാം, അവർക്ക് മാത്രമേ ഏക്കുള്ളൂ. അങ്ങനെ കാരണം അതിന്റെ പിന്നിലെ കാര്യം ഒന്ന് തന്നെയാണ്. കൊച്ചു കുട്ടികളാവുമ്പോൾ അവർ ഒരുപാട് അഡൾട്ടറേറ്റഡ് ആയിട്ടില്ല എന്ന് വെച്ചാൽ കൂടുതൽ മെഡിസിൻസോ അല്ലെങ്കിൽ വന്നിട്ടില്ല. അപ്പൊ അവർക്ക് വളരെ സേഫ് ആയിട്ട് ബോഡിയിൽ ഇഫക്റ്റ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒരുപാട് ഇപ്പൊ എന്റെ ക്ലിനിക്ക് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്, അവിടെ ക്രോണിക് കേസസ് ആണ് കൂടുതൽ വരുന്നത്. ഇപ്പം ഒരുപാട് പഴക്കം ചെന്ന അലർജി അങ്ങനത്തെ ഉള്ള കേസസ് നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാം വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ ഈ ക്രോണിക് കേസസ് ആയിട്ട് ചെല്ലുന്ന പേഷ്യൻസ് ഹോമിയോയില് ട്രീറ്റ്മെന്റ് ഒരുപാട് താമസിക്കും, പെട്ടെന്ന് അത് റിക്കവർ ആവില്ല. ബിക്കോസ് ഞാൻ പറയാൻ കാര്യം എന്താ പറയുക, ബേസ് സൈക്കോളജി ടു ഓൾ ഓഫ് ദം, എല്ലാവരുടെയും മനസ്സിനകത്തുണ്ടാവുന്ന ഒരു ബേസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അലോപ്പതി കഴിച്ചാൽ പെട്ടെന്ന് മാറും, ഹോമിയോ കഴിച്ചാൽ പെട്ടെന്ന് മാറത്തില്ല ടൈം. അതുകൊണ്ട് വേണോ എന്നൊരു ചിന്തയല്ലേ ഉണ്ട്. അപ്പൊ അതിനൊരു സിമ്പിൾ ആയിട്ട് ഞാനൊരു ഇത് പറയാം ചേച്ചിക്ക്, എനിക്കൊന്ന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു ചെടി വെച്ചിട്ട് അതിന് രാസവളം ഇട്ട് കഴിഞ്ഞാല് അത് പെട്ടെന്ന് വളർന്നു വരും. അതിന്റെ കായ്ക്ക് ബലം ഉണ്ടോ എന്നാ നമ്മൾ ഇപ്പോഴും ഭയക്കുന്നുണ്ട്, കീടനാശിനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ. പക്ഷെ നമ്മൾ ചാമ്പലും ചാണകവും ഇട്ട് അതിന് ജൈവവളവും ഇട്ട് അല്ലെങ്കിൽ അതിനെ ജൈവ കീടനാശിനി ഇട്ട് കഴിഞ്ഞാൽ നല്ലത് കിട്ടും. അപ്പോ ഇത് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ കൊണ്ട് തന്നെ ഇംബാലൻസുകളെല്ലാം നികത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ അത് മാത്രമേ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു കെമിക്കൽ ഇതിനെക്കാട്ടിലും നമ്മൾ വളരെ സേഫസ്റ്റ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് സേഫ്. അതാണ് നമ്മൾ ഇത് ഞാൻ സമ്മതിച്ചു മോളെ. പക്ഷെ ബേസിക്കലി പിന്നെയും മനുഷ്യനൊരു സൈക്കോളജി ഉണ്ടല്ലോ, എല്ലാം ഇൻസ്റ്റന്റ് ആയിരിക്കണം. ഇല്ല ചേച്ചി, അതിപ്പോ മാറി വരുന്നുണ്ട്. അല്ല, ബിക്കോസ് എന്താണെന്നറിയോ, ഇപ്പൊ ആൾക്കാർ കുറച്ചും കൂടെ കോൺഷ്യസ് ആയി. ഇപ്പൊ ഈ ഗൂഗിളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഒരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്റേയോ സ്കാൻ റിപ്പോർട്ടോ വന്നാൽ ഒരു സ്കാൻ റിപ്പോർട്ടോ അടുത്ത സ്കാൻ റിപ്പോർട്ടിൽ എനിക്ക് എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നതെന്ന് പേഷ്യന്റ് തന്നെ അസസ് ചെയ്യാൻ പറ്റും. അല്ലാതെ പണ്ടത്തെ പോലത്തെ ഉള്ള ഡോക്ടർ പറയുന്ന മാത്രമാണ് സത്യം. കാരണം എന്ത് അസുഖം വന്നാലും അവർ ഫുൾ ഗൂഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അവര് ആക്ച്വലി മെഡിസിൻ പോലും ഇങ്ങോട്ട് വേണമെങ്കിൽ പറയും, ഇന്ന മെഡിസിൻ ആണോ ഡോക്ടർ എനിക്ക് തരുന്നത്, അല്ലെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് നോളജും അവയർനെസ്സും എല്ലാം ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആണ് ഇതേക്കുറിച്ച്. ഗൂഗിൾ ക്യാൻ ഗൈഡ് ഇൻ ഗുഡ് വേ ഓർ എ ബാഡ് വേ. അതാ എന്തറിയോ, ഇപ്പം ഒരിക്കലും ഞാൻ തന്നെ എന്റെ പ്രേക്ഷകരോട് പല സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ട്രീറ്റ്മെന്റ് സ്വന്തമായിട്ട് എടുക്കരുത്. ഇപ്പൊ ഗൂഗിൾ ക്യാൻ ഗീവ് എ ലോട്ട് ഓഫ് നോളജ്, ശരിയാണോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. എനിക്ക് അത്രയും അറിവില്ല, അതുകൊണ്ട് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു പനി വന്നു ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇത് പാരസെറ്റമോൾ എന്താ വെച്ചാൽ അത് കഴിച്ചാൽ മതിയോ എന്ന് ഗൂഗിൾ ഇൻസ്ട്രക്ട് ചെയ്താൽ നമ്മളത് മതിയോ? അല്ല, ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്ക് അസുഖത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയുടെ ഒരു ഇത് കിട്ടും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു എക്സ്റേ ഉണ്ട്, ഒരു സ്കാൻ റിപ്പോർട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ മറ്റേത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തോന്ന് പറയുക, ഡോക്ടർ പറയുന്ന പോലെ ചെയ്യും, ഡോക്ടർ ഒരു ഇത് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. പക്ഷേ ഇത് അവരെയും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ. അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട്. ഈ ഗൂഗിളിൽ പറഞ്ഞ പോലെ അതിനൊരു ഓതന്റിസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സൈറ്റിൽ പോവുക, മെഡിക്കൽ ജേർണൽസ് ആരാണ്, എവിടെ നിന്നാണ്, അതിന് എത്രത്തോളം ഓതന്റിസിറ്റി ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സാധാരണക്കാരൻ പറ്റത്തില്ല. അതിനെ റിലേറ്റ് ചെയ്താണ് ഇപ്പൊ സെയിം സാധനം യൂട്യൂബും വന്നേക്കുന്നത്. നമ്മളിപ്പം കുറെ പേര് ഇഷ്ടംപോലെ ആൾക്കാർ യൂട്യൂബ് ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ ദിവ്യ തന്നെ ഇഷ്ടംപോലെ ടിപ്സ് യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതൊക്കെ നമ്മൾ ഒരു വെൽ റെപ്യൂട്ടഡ് ഡോക്ടറാണ്, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ചിലർക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് ഇഷ്ടം പോലെ. അപ്പൊ നമ്മൾ ഹൗ വി ക്യാൻ റെക്കഗ്നൈസ് ദം, എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ദിസ് ഇസ് റൈറ്റ് ആൻഡ് ദിസ് ഇസ് റോങ്? ചേച്ചി, നമ്മൾ എപ്പോഴും ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം പിന്നെ അത് എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളൊരു മെഡിക്കൽ ഡിഗ്രി ഉള്ള ഒരാൾ, ഏത് മെഡിക്കൽ ഡിഗ്രി ആയിക്കോട്ടെ, MBBS, BDS, BHMS, വാട്ട് എവർ, 5.5 വർഷം പഠിച്ചാലേ ഓരോരുത്തർക്ക് ഈ മെഡിക്കൽ ഡിഗ്രി കിട്ടുള്ളൂ കയ്യിൽ. ഓക്കെ, 4.5 years പ്ലസ് 1 year ഹൗസ് സർജൻസി. അത് എല്ലാ മെഡിക്കൽ ഡിഗ്രിക്കും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയർ പഠിക്കുന്ന ബുക്സ് എല്ലാം ഒന്ന് തന്നെയാണ്, എക്സെപ്റ്റ് മെഡിസിൻ. ഓക്കെ, നമ്മൾ അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ഫോറൻസിക് മെഡിസിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുന്ന ഒരു ഡോക്ടറിന് ബേസിക്കലി നമുക്ക് എന്തായാലും കാര്യങ്ങൾ അറിയായിരിക്കും. ഇത് ചിലപ്പോൾ ഇതായിരിക്കത്തില്ല, എവിടെന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അത്രത്തോളം നോളജ് ഇല്ലാത്ത ഒരാൾ. ഇപ്പോൾ ഞാൻ ഏറ്റവും ഇതായിട്ട് പറയുന്ന വൈറ്റമിൻ ഇയുടെ കാര്യം പറയാറുണ്ട്.
എല്ലാ ആൾക്കാരും ഈ യൂട്യൂബിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ക്ലിനിക്കിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് ഡോക്ടർ ഹായ് സുഖമാണോ അല്ലെങ്കിൽ കഴിച്ചോ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ അത് ശരിക്കും ക്ലിനിക്കിൻ്റെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന സംശയങ്ങൾ, വൈറ്റമിൻ ഇ നമ്മളെ തലയിൽ തേച്ചാൽ മുടി വളരും, വൈറ്റമിൻ ഇ തേച്ചാൽ വെളുക്കുമോ? വെളുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, വെളുത്താൽ മതി, അതാണ് എല്ലാവരുടെയും ഒരു ആവശ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ തന്നെ പറയുന്ന യൂട്യൂബിൽ കണ്ടല്ലോ, അല്ല അദ്ദേഹം പറഞ്ഞല്ലോ ഇങ്ങനെ വൈറ്റമിൻ ഇ തേച്ച് കഴിഞ്ഞാൽ മുഖം വെളുക്കുമെന്ന്, അത് സത്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞോ? ഇല്ല ഡോക്ടർ പറഞ്ഞില്ല, അല്ല പക്ഷെ ഞങ്ങൾ കണ്ടു ഇങ്ങനെ. അപ്പോൾ ഈ വൈറ്റമിൻ ഇക്ക് ശരിക്കും പറഞ്ഞാൽ ആസിഡ് സൈൻ അബ്സോർപ്ഷൻ കുറവാണ് സ്കിന്നിലോട്ട്. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയത്തില്ല. അവര് വൈറ്റമിൻ ഇ വാങ്ങിക്കുന്നത് ഏതെങ്കിലും ഒരു മീഡിയം ആയിട്ട് മിക്സ് ചെയ്തിട്ടാൽ മാത്രമേ അതിന് കൂടുതൽ അബ്സോർപ്ഷൻ ഉള്ളൂ. അപ്പൊ അത് അറിയാതെ നമ്മൾ ചുമ്മാതെ, പിന്നെ വൈറ്റമിൻ വെറുതെ കഴിക്കുന്നവരുണ്ട്. ഇപ്പൊ വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല, ഹൈപ്പർ വൈറ്റമിനോസിസ് ഉണ്ട്. വൈറ്റമിൻ കൂടി പോയാലും നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. അമൃതം വിഷമാണ്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ ആ വേണ്ടുന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ.